യുവാക്കൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് വെന്റിലേറ്ററിലാണുള്ളത്. ഇരുചക്ര വാഹനം നിർത്താതെ പോയതിനാൽ പോലീസ് വാഹനത്തിൽ പിന്തുടർന്ന് എത്തിയായിരുന്നു മർദ്ദനം. മർദ്ദനത്തിന് ശേഷം വാഹനാപകടമുണ്ടായി എന്ന് പറഞ്ഞ് 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി. നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ കാണാം. ടി.എസ്. ഹരികൃഷ്ണയാണ് വിവരങ്ങളുമായിട്ടുള്ളത്. ഹരി, എന്താണ് ഈ പുറത്തു വരുന്നത്? പോലീസിന്റെ എന്ത് തിരക്കഥയാണ് പുറത്തു വരുന്നത്? നടന്ന സംഭവം എന്താണ്? എപ്പോഴാണ്? ഈ മാസം കഴിഞ്ഞ ബുധനാഴ്ച, അതായത് 6-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു വലിയ ക്രൂരത എന്ന് വേണമെങ്കിൽ ഈ സംഭവത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ രണ്ട് യുവാക്കൾ, ദിബിൻ എന്നും വിശാഖ് എന്നുമാണ് യുവാക്കളുടെ പേര്. ഇവർ ഇരുചക്ര വാഹനത്തിൽ മുട്ടത്തറ ബൈപ്പാസ് വഴി വരികയായിരുന്നു. ആ സമയത്ത് വാഹന പരിശോധന അവിടെ ഉണ്ടായിരുന്നു. പോലീസുകാർ ഇവരുടെ ഇരുചക്ര വാഹനത്തിന് കൈ കാണിച്ചു. പക്ഷേ ഈ വാഹനം നിർത്താതെ അവർ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ദിബിനും വിശാഖും സഞ്ചരിച്ചിരുന്ന വാഹനം മുന്നോട്ട് പോയി. അപ്പോൾ ആ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആ പോലീസുകാരിൽ ഒരാൾ ഇവർക്ക് നേരെ ലാത്തി എറിഞ്ഞു എന്നവർ പറയുന്നുണ്ട്. അതിനുശേഷം കുറച്ചു ദൂരം നമുക്ക് ആ മർദ്ദനമേറ്റിട്ടുള്ള യുവാവിന്റെ പ്രതികരണമുണ്ട്. അതൊന്ന് കേട്ടിട്ട് വിശദമായി തന്നെ ഹരിയിലേക്ക് തിരികെ വരാം. സാറ്, ചൊവ്വാഴ്ച നൈറ്റ് അമ്മയ്ക്ക് സുഖമില്ലാതെ ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് വീട്ടിലോട്ട് പോയ വഴിക്ക് ഒരു വഴി വെച്ച് ഇവർ കൈ കാണിച്ചത്. ഇരുട്ടത്താണ് നിന്നത്. സംഭവം അവിടെ വെച്ച് നിർത്താൻ പറ്റില്ല. തൊട്ടപ്പുറത്തേനെ നിർത്തിയപ്പോ ഇവര് ബാക്കിൽ നിന്ന് വണ്ടിയിൽ വന്നിങ്ങനെ തട്ടിയിട്ട് അവിടെ വെച്ച് അങ്ങനെ അടിച്ചു. അവര് നല്ലോണം തല്ലി അവിടെ വെച്ച്. അവര് 3 പേരുണ്ടായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. എന്റെ കൈ പിടിച്ചു വെച്ചിട്ട് നല്ലോണം ഷോൾഡറിലും തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റോട് കൂടി കുറെ തറയിട്ട് ചവിട്ടി. കാലില് എന്തോ വെച്ച് അടിക്കുന്നത്, നല്ലതായിട്ട് അടിക്കുന്നത്. കറക്റ്റ് എനിക്ക് ആ തലയിൽ അടിയിട്ടപ്പോ തന്നെ ബോധം പോയായിരുന്നു. ഒരുപാട് തല്ലായിരുന്നു. ആംബുലൻസിൽ അവരെ തന്നെ വന്നതാണ്. ആ 108 ആംബുലൻസിൽ അവരെ തന്നെ കയറ്റിവിട്ടതാണ്. പക്ഷെ അവരൊരു 3 പേരുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ 2 പേരും കൂടെ വന്നു. ബൈക്കിലാണ് 2 പേരും. വണ്ടിക്ക് ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വണ്ടി നിർത്തിയായിരുന്നു. നിർത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഒരു വലിയ സൈഡിൽ കൂടെ സൈലൻസറിലും തട്ടിയത്. സൈലൻസറിലും തട്ടിയത്. അങ്ങനെ ആ ബൈക്കിൽ നിന്ന് വീണതിൽ കുഴപ്പമില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് തട്ടി ഇങ്ങനെ വീണതേ ഉള്ളായിരുന്നു. പല പ്രശ്നമുണ്ട്. റോഡിലിട്ട് തല്ലായിരുന്നു. ഒരു SI 2 കോൺസ്റ്റബിൾ ആയിരുന്നു തോന്നുന്നു. അത് 3 പേരെ ഉള്ളായിരുന്നു. അത് ഹെൽമെറ്റ് വെച്ചോണ്ടപ്പോ ചവിട്ടിയതാണ് തറയിട്ട്. അപ്പൊ ഹെൽമെറ്റിന്റെ ഇങ്ങനെ ബെൽറ്റ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എഴുന്നേക്കായിരിക്കും വേണ്ടി ഇങ്ങനെ തലയിൽ കുറെ ഒരുപാട് ചവിട്ടായിരുന്നു. പരിക്കേറ്റ മർദ്ദനമേറ്റ യുവാവിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിലാണ് യുവാവ് ഇരയായത്. അതിനുശേഷം നടന്നതാണ് തിരക്കഥ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചതും പോരാ, പിന്നീട് ഇതൊരു ആക്സിഡന്റ് ആണെന്ന്, അപകടമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് 108 ആംബുലൻസ് വിളിച്ചു വരുത്തി. ആ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വാഹനം പിന്തുടർന്ന് പോലീസ് നടത്തിയിട്ടുള്ള ആക്രമണത്തിന്റെ വിവരങ്ങളാണ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്, കാക്കിയുടെ ഹുങ്കിന്റെ വിവരങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ടി.എസ്. ഹരികൃഷ്ണയുണ്ട്. ഹരി, ഈ യുവാവ് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത്. കിടന്ന കിടപ്പിലാണ് അയാൾക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നുള്ളൂ. ഈ പരിക്ക് തലയോട്ടിക്ക് ഉൾപ്പെടെ പരിക്കുണ്ടെന്ന് അറിയുന്നു. എത്രമാത്രം ആഴത്തിലുള്ളതാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്ന പരിക്ക്? നേരത്തെ ഹരി പറഞ്ഞു വന്ന വിവരങ്ങളിലേക്ക്. വളരെ ഗുരുതരമായ പരിക്കുകളാണ് രണ്ടുപേർക്കും ഉള്ളത്. ദിബിനും വിശാഖിനുമാണ് പരിക്കേറ്റിരുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ട വാക്കുകൾ വിശാഖിൻ്റെതാണ്. വിശാഖ് ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് നമ്മളോട് സംസാരിച്ചതാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. ദിബിൻ ആശുപത്രിയിൽ തന്നെ തുടരുന്നുണ്ട്. ഇന്ന് വരെ ദിബിൻ വെന്റിലേറ്ററിലായിരുന്നു. ഇന്നാണ് വെന്റിലേറ്ററിൽ നിന്ന് ദിബിനെ വാർഡിലേക്ക് മാറ്റിയത്. പക്ഷേ ദിബിന് സംസാരിക്കാൻ പറ്റില്ല. പല്ലുൾപ്പെടെ പോയിട്ടുണ്ട് എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ദിബിന് ഒട്ടും സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ളത് എന്നും അറിയാൻ സാധിക്കുന്നു. വിശാഖ് പറഞ്ഞ ദയനീയ അവസ്ഥയാണ് നമ്മൾ കേട്ടത്. ഈ രണ്ടുപേരും അന്ന് ആ സംഭവത്തിന് ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്ന് ക്രൂരമായ ആക്രമണം ഉണ്ടായതിനു ശേഷം
ഒരു വാഹനാപകടമാണ് എന്ന് കാട്ടി ഒരു 108 ആംബുലൻസ് വിളിച്ചിട്ടാണ് രണ്ടുപേരെയും ആശുപത്രിയിലേക്ക്, തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കയറ്റിവിട്ടത്. അവിടെ അൺനോൺ ആയി കിടക്കുകയായിരുന്നു രണ്ടുപേരും, ഈ 2 രോഗികളും എന്ന് നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചു. അതിനുശേഷം ഇതിൽ 2 പേരിലെ ഒരു ബന്ധു അന്വേഷിച്ചെത്തിയാണ് ഇവരെ ആശുപത്രിയിലാണ് എന്ന് തിരിച്ചറിഞ്ഞതും. ഒപ്പം തന്നെ 6-ാം തീയതി നടന്ന സംഭവം ഇന്നാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് 2 പേർക്കും ആ സമയത്ത് ബോധം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വിവരങ്ങൾ അറിയാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഇരുവർക്കും ബോധം വന്നതിന് ശേഷമാണ് കാര്യങ്ങൾ അന്വേഷിച്ച് ഇതെന്താണ് സംഭവമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ വിവരം കിട്ടുന്നത്. ഇനി ഇത് നിയമ നടപടികളിലേക്ക് പോകാനാണ് ഇരുവരുടെയും ബന്ധുക്കളുടെ തീരുമാനം. എന്തിന് ഇവരെ ഇത്തരത്തിൽ മർദ്ദിച്ചു എന്നുള്ളതാണ് ഹരി. എന്ത് കാരണത്തിൽ? ഡ്യൂട്ടി കഴിഞ്ഞ് വരികയായിരുന്നു, അതിനിടയിലാണ് സംഭവം എന്നൊക്കെ ഈ യുവാവ് നേരത്തെ നമ്മൾ കേട്ട പ്രതികരണം നടത്തിയിട്ടുള്ള വിശാഖ് അദ്ദേഹം പറയുന്നുണ്ട്. എന്തിനാണ് ഈ യുവാക്കളെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചത്? മറ്റൊരാൾക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ കൊണ്ടെത്തിച്ചത് എന്താണ് ഇതിന്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത്? പോലീസുകാർ അവിടെ വാഹന പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. മുട്ടത്തറ ബൈപ്പാസിൽ ഈഞ്ചക്കലിന് സമീപമാണ് ഈ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. ഫോർട്ട് പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു ആ വാഹന പരിശോധന അവിടെ നടന്നത്. ആ സമയത്താണ് 2 പേരും ഇരുചക്ര വാഹനത്തിൽ അവിടെ എത്തുന്നത്. പോലീസുകാർ ഇവർ വന്നിരുന്ന വാഹനത്തിന് കൈ കാണിച്ചിരുന്നു, പക്ഷെ ഇവർ വാഹനം നിർത്താതെ പോയി. ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇവരുടെ പരാതിയിൽ പറയുന്നതാണ് 2 പേരും മദ്യപിച്ചിരുന്നു, അതുകൊണ്ടാണ് വാഹനം നിർത്താതെ, പോലീസുകാർ കൈ കാണിച്ചപ്പോൾ വാഹനം നിർത്താതെ പോയതെന്ന് 2 പേരുടെയും ബന്ധുക്കൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവർ വാഹനം നിർത്താതെ പോലീസിനെ വെട്ടിച്ച് കടന്നു പോകുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരു പോലീസുകാരൻ ലാത്തിയെടുത്ത് ഇരുവരുടെയും നേർക്കെറിഞ്ഞു എന്ന് ഇവർ ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരെ പിന്തുടർന്നു കുറച്ചു ദൂരം ഇവർ ബൈക്കിൽ മുന്നോട്ട് പോയപ്പോൾ പോലീസുകാർ പിന്തുടരുന്നുണ്ടോ എന്നറിയാനാണ് വണ്ടി നിർത്തിയത്. അപ്പോഴാണ് പോലീസ് വാഹനം പിന്തുടർന്നെത്തി ഇരുവരുടെയും ഇരുചക്ര വാഹനത്തിന്റെ സൈലൻസറിൽ ഇടിക്കുന്നു. അതിനുശേഷം അവരിരുവരും അവിടെ വീഴുന്നു. പിന്നെ പോലീസുകാരും ഇവരും തമ്മിൽ വാക്കേറ്റമാകുന്നു. പിന്നെ ക്രൂരമർദ്ദനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇരുവർക്കും എതിരെ ഉണ്ടാകുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. അതിനുശേഷമാണ് വാഹനാപകടം എന്ന് കാട്ടി ഇവരെ രണ്ടുപേരെയും വാഹനം ഓടിച്ചാൽ ഇവർക്കെതിരെ പിഴ ചുമത്താം, മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാം, ഇവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. ഒപ്പം തന്നെ വാഹനം പിന്തുടർന്നിട്ട് അതിനുശേഷം ആ തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അതൊക്കെ പോലീസിന് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ വാഹനം പിന്തുടർന്ന് പിന്നീട് ഇത്തരത്തിൽ യുവാക്കളെ കിടന്നെടുത്ത് നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവരെ ഇങ്ങനെ കിരാതമായി മർദ്ദിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ്. ഏത് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവർ? ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ്. അത് അവർ തന്നെ നമ്മോട് പ്രതികരിക്കുന്നവർ തന്നെ അത് പറയുന്നുണ്ട്. ഫോർട്ട് പോലീസിലെ പോലീസുകാരാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് എന്നവർ പറയുന്നുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തെറ്റ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തി പിഴ ചുമത്തേണ്ടതും പോലീസാണ്. അത് അവരുടെ ജോലിയുടെ ഭാഗമായി അവർ ചെയ്യേണ്ട ഒരു കൃത്യം തന്നെയാണ്. പക്ഷേ വാഹനം നിർത്താതെ പോകുന്ന ആളുകളെ ഇതുപോലെ ക്രൂരമായി മർദ്ദിക്കാൻ പോലീസിന് അധികാരം നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു അധികാരവും ഒരു പോലീസുകാരനും നമ്മുടെ കേരളത്തിലോ രാജ്യത്തോ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംഭവം തികച്ചും യുവാക്കൾ നേരിടേണ്ടി വന്ന വലിയ ഒരു ക്രൂരമർദ്ദനമാണ് എന്ന് ആ ദൃശ്യങ്ങൾ തന്നെ പറയും. അതായത് പോലീസായാൽ എന്തുമാകാം എന്നുള്ളതാണ്. ഇത്തരത്തിൽ തന്നെ പോലീസ് പിന്തുടർന്ന് ഭയമായി ഭീതിയിൽ പോയി വാഹന അപകടത്തിൽ മരിച്ച ആളുകളുടെ വാർത്തയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ഈ യുവാക്കളോട് ഇത്തരത്തിൽ പ്രതികാര മനോഭാവം എന്നോ വണ്ണത്തിൽ അവർ സംസാരിക്കുമ്പോഴും നടന്ന സംഭവത്തെ പറ്റി കേൾക്കുമ്പോഴും മനസ്സിലാവുന്ന അങ്ങനെയാണ് ആ തരത്തിൽ പോലീസുകാർ പെരുമാറിയത്. അങ്ങനെ പെരുമാറിയതിന് ശേഷവും ഒരു തിരക്കഥ മെനയാൻ തയ്യാറായി ഈ യുവാക്കളെ 108-ൽ കയറ്റിവിട്ടിട്ട് പിന്നീട് അജ്ഞാത 2 മനുഷ്യന്മാരായിട്ട് ആശുപത്രിയിൽ ഇവരെ പ്രദർശിപ്പിക്കുന്നു. അതിനുശേഷം ഈ സംഭവം ഉണ്ടായിട്ട് ഈ ദിവസം വരെ ഇത് പുറത്തു വരികയും ചെയ്യുന്നില്ല. അതായത് ഇവർക്കെതിരെ ഒരു നടപടിയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ്. ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാതൃഭൂമി ന്യൂസിലൂടെയാണ്. ഇനി പോലീസിൽ ഇത്തരത്തിലൊരു 3ാം മുറ കാട്ടിയവർക്കെതിരെ, ഒപ്പം തന്നെ ഒരു കള്ളക്കഥ മെനഞ്ഞവർക്കെതിരെ നടപടിയെടുക്കേണ്ടതും പോലീസാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ജനമൈത്രി പോലീസ് സ്റ്റേഷനുള്ള നമ്മുടെ നാടാണ്. ഒപ്പം തന്നെ പൊതുജനങ്ങളോട് പോലീസുകാർ എങ്ങനെ പെരുമാറണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ സർക്കുലർ, ഒപ്പം തന്നെ ഓരോ പരേഡുകളിലും മറ്റും പോലീസിന്റെ ഓരോ പരിപാടികളിലും മറ്റുമൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. പോലീസുകാർ പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ കേട്ടുകൊണ്ടിരുന്നിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഇതാണ് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വേദന ഉളവാക്കുന്ന ഒരു കാര്യം. ചില പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ, 3ാം മുറ ഉണ്ടാകുമ്പോൾ, കള്ളക്കഥകൾ മെനയുമ്പോൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായ നടപടി പോലീസുകാർക്കെതിരെ ഉണ്ടാകേണ്ട ഒന്ന് തന്നെയാണ്.
ഹരി, ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. മുഖ്യമന്ത്രി തന്നെ പറയുന്ന കാര്യങ്ങൾ എന്ത്, ഇവിടുത്തെ പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ചോദ്യം. ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന്, ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്, ആ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ഈ യുവാക്കളെ ജീവനോട് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റ് പലതരത്തിലുള്ള കസ്റ്റഡി കൊലകൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ, അല്ലെങ്കിൽ പോലീസിന്റെ ഹുങ്കിന്റെ തരത്തിലുള്ള ഇത്തരത്തിലുള്ള മൂന്നാം മുറകളെ പറ്റിയുള്ള വാർത്തകൾ ആവർത്തിച്ച് നമ്മൾ കേൾക്കുകയാണ്. അതിനിടയിലാണ് തലസ്ഥാനത്ത് നിന്നും ഇത്തരത്തിലൊരു വാർത്തയും അവിടെ നിന്ന് ആളുകളുടെ പ്രതികരണം ഉൾപ്പെടെ മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് യുവാക്കൾ ഒരാൾക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത വണ്ണത്തിലാക്കിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ച അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയാണ് ഇവിടെ നടമാടുന്നത് എന്നുള്ളതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടുപേരുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി പറയുന്നതാണ്. അതായത് വിശാഖ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു. ഒപ്പം തന്നെ ഈ ദിബിൻ എന്ന് പറയുന്ന ആൾ വളരെ മോശം അവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇന്നുവരെ വെന്റിലേറ്ററിലായിരുന്നു. തലയോട്ടിക്ക് ഉൾപ്പെടെ പരിക്കുണ്ട്. ഈ രണ്ടുപേരുടെയും വലതു കൈ പോലീസുകാർ അടിച്ചൊടിച്ചു എന്ന് ഈ വിശാഖിന്റെ സഹോദരൻ നമ്മോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയും ക്രൂരമായ മർദ്ദനമാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഈ രണ്ടുപേർക്കെതിരെയും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ ദിബിൻ ഇപ്പോഴും വെന്റിലേറ്ററിൽ നിന്ന് മാറിയെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ശരി ഹാരി, ഞാനൊന്ന് ഇടപെടുകയാണ്. എന്തായാലും ദിബിൻ ഒപ്പം തന്നെ വിശാഖ്, ഇങ്ങനെ രണ്ട് യുവാക്കൾക്കാണ് പോലീസിന്റെ ക്രൂര മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇരുചക്ര വാഹനം നിർത്താതെ പോയതാണ് പോലീസിനെ പ്രകോപിപ്പിച്ചത്. ഇവർ മദ്യപിച്ചിരുന്നു എന്ന് യുവാക്കൾ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വാഹനം നിർത്താതെ പോയത്. അങ്ങനെ നിർത്താതെ പോയവരെ പിന്തുടർന്ന് പിടികൂടുകയും അവരെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം അവരെ 108 ആംബുലൻസിൽ ഏതോ രണ്ട് മനുഷ്യന്മാരായവരെ കയറ്റി വിടുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഫോർട്ട് പോലീസിനെതിരെ ഉയർന്നു വരുന്ന പരാതി എന്ന് പറയുന്നത്. ഇതിൽ പോലീസിനെ മൂന്നാം മുറയിൽ നടപടിയെടുക്കേണ്ടത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഉണ്ടാകുമോ എന്നീ വാർത്ത പുറത്തു വന്ന വേളയിൽ നമുക്ക് നാളെയൊക്കെ ആയിട്ട് അറിയാം. TS ഹരികൃഷ്ണ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.